രാവിലെ തന്നെ ഒരു മോർണിംഗ് വാക്ക് ആയാലോ? വേറെ എവിടേക്കുമല്ല, ഇതാണ് നമ്മുടെ ശിവഗിരി മഠം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ശിവഗിരി മഠത്തിനുള്ളിലെ ഒട്ടനവധി കാഴ്ചകൾ കാണുവാൻ വേണ്ടിയാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ഇന്നലെ രാത്രി ഇടുക്കി ജില്ലയിലെ കുമളിയിൽ നിന്നുമാണ് നമ്മൾ യാത്ര തിരിച്ചത്. അങ്ങനെ നേരം പുലർന്നപ്പോഴേക്കും നമ്മൾ ശിവഗിരി മഠത്തിനുള്ളിൽ എത്തിയിരിക്കുകയാണ്. മറ്റ് ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ശിവഗിരി ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത, ഇവിടെ താന്ത്രികപരമായിട്ടുള്ള പൂജകളോ നിവേദ്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല. ഇവിടെ നിന്ന് നമുക്കപ്പോൾ വൈദിക മഠത്തിലേക്ക് യാത്ര തുടരാം. വൈദിക മഠം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ശ്രീനാരായണ ഗുരുദേവൻ സമാധി അടഞ്ഞ സ്ഥലത്തെയാണ് വൈദിക മഠം എന്ന് സൂചിപ്പിക്കുന്നത്. നമ്മുടെ ചരിത്രവുമായി വളരെ സാമ്യമുള്ള ഒരു പുരാതന ക്ഷേത്രമാണ് ഈ വർക്കല ശിവഗിരിയൊക്കെ. നമ്മുടെ മുന്നിൽ കാണുന്നതാണ് വൈദിക മഠം. വൈദിക മഠത്തിന് ചുറ്റും വളരെ സമ്പുഷ്ടമായൊരു ഭൂപ്രകൃതി തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വളരെ നല്ലൊരു അന്തരീക്ഷവും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരുദേവൻ സമാധി അടഞ്ഞ മുറിയും ഉപയോഗിച്ചിരുന്ന ദിവ്യ വസ്തുക്കളും ഒക്കെ നമുക്ക് നേരിൽ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വൈദിക മഠത്തിനുള്ളിലെ കാഴ്ചകളിലേക്ക് പോകാം. ഈ കാണുന്നതാണ് ശ്രീനാരായണ ഗുരുദേവൻ സമാധി അടഞ്ഞ വൈദിക മഠം. നമുക്ക് ഈ വൈദിക മഠത്തിനുള്ളിലേക്ക് പ്രവേശിക്കാനൊന്നും സാധിക്കില്ല. ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് ഉള്ളിലെ കാഴ്ചകൾ കാണുവാൻ വേണ്ടി ഒരു ജനാല ഓപ്പൺ ചെയ്തിട്ടിട്ടുണ്ട്. ഈ കാണുന്ന ജനാലകൾക്കുള്ളിലൂടെ വേണം നമുക്ക് അകത്തുള്ള കാഴ്ചകൾ കാണാൻ. ഇവിടെ നമുക്ക് ശ്രീനാരായണ ഗുരുദേവൻ ഉപയോഗിച്ചിരുന്ന കട്ടിലും കസേരയും മറ്റ് വസ്തുക്കളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വൈദിക മഠത്തിന് ചുറ്റുമുള്ള മറ്റ് കാഴ്ചകളിലേക്ക് പോകാം. വൈദിക മഠത്തിന് പുറത്തുള്ള ഒരു വരാന്തയാണിത്. ഈ മഠത്തിൽ സ്ഥിരമായി ജോലി ചെയ്യുന്ന ഒട്ടനവധി ആളുകളുണ്ട്. രാവിലെ തന്നെ അവർ ഇവിടെ എല്ലാം തൂത്തുവാരി വൃത്തിയാക്കിയിട്ടിരിക്കുകയാണ്. ഈ ഒരു സ്ഥലത്തിൻ്റെ പവിത്രതയും സൗന്ദര്യവും ഒന്നും കളങ്കപ്പെടാതെ ഇവിടെ നല്ല രീതിയിൽ പരിപാലിക്കുന്ന ഇവിടുത്തെ ജോലിക്കാർക്ക് നമുക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കാം. ഒട്ടും മാലിന്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല വൃത്തിയോട് കൂടിയിട്ടുള്ള ഒരു ചുറ്റുപാടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ഇനി പോകുന്നത് ഋഷ മണ്ഡപത്തിലേക്കാണ്. ഈ കാണുന്ന കൽപ്പടവുകൾക്ക് മുകളിൽ കാണുന്ന മന്ദിരമാണ് ഋഷ മന്ദിരം. ഈ ഋഷ മണ്ഡപം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ശ്രീനാരായണ ഗുരുദേവൻ്റെ ആദ്യകാലത്തെ യാത്രയൊക്കെ നടന്നു തന്നെയായിരുന്നു. അങ്ങനെയിരിക്കെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു ദൂരയാത്രയിൽ നടന്ന് കാലുകൾ പൊട്ടുകയുണ്ടായി. അതറിഞ്ഞ ഗുരുവിൻ്റെ ഭക്തൻ ഗുരുവിന് സമ്മാനമായി നൽകിയ വാഹനമാണ് ഈ ഋഷ. ഗുരുവിൻ്റെ പിന്നീടുള്ള യാത്രകളെല്ലാം തന്നെ ഈ ഒരു ഋഷയിലായിരുന്നു ഉണ്ടായിരുന്നത്. നടന്ന് നമ്മളങ്ങനെ ഋഷ മന്ദിരത്തിന് മുന്നിലെത്തിയിരിക്കുകയാണ്. അപ്പം നമുക്ക് ഈ ഗോപുരത്തിനുള്ളിലിരിക്കുന്ന ഋഷ എന്തെന്ന് നേരിട്ട് കാണാം. ഈ കാണുന്നതാണ് ശ്രീനാരായണ ഗുരുദേവൻ യാത്ര ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഋഷ. അതുപോലെ തന്നെ ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് കണ്ടു മനസ്സിലാക്കാനും കണ്ടു വണങ്ങുവാനും വേണ്ടിയാണ് ഇതിവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. നമ്മൾ ഈ കാണുന്നതാണ് ബോധാനന്ദ സ്വാമിയുടെ മന്ദിരം. ഈ ബോധാനന്ദ സ്വാമി എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു പിൻഗാമിയായിരുന്നു. മറ്റൊരു കാര്യം, ശ്രീനാരായണ ഗുരുദേവൻ സമാധി അടഞ്ഞതിന് 3 ദിവസങ്ങൾക്ക് ശേഷം ബോധാനന്ദ സ്വാമിയും സമാധിയാകുകയായിരുന്നു.
ഇനി ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് ഗുരുസമാധി മന്ദിരത്തിലേക്കാണ്. ഗുരുസമാധി മന്ദിരം ഇവിടെ നിന്ന് ഒരു അല്പദൂരം മാറിയാണ്. ഈ കാണുന്ന കൽപ്പടവുകളിലൂടെ നടന്ന് ഒരു അല്പദൂരം പോയാലേ നമുക്ക് ഗുരുസമാധി മന്ദിരത്തിലേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ. ഗുരുസമാധി മന്ദിരത്തിലേക്ക് പോകുന്ന വഴികളെല്ലാം ചുറ്റും മരങ്ങളും ചെടികളും കൊണ്ട് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭൂപ്രകൃതിയാണ് ഇവിടെ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇവിടെ എത്തുന്നവർക്ക് മനസ്സിന് വളരെ സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷവും ഭൂപ്രകൃതിയൊക്കെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നമ്മളിവിടെ രാവിലെ എത്തിയതുകൊണ്ട് തന്നെയാണ് ഇവിടെ വലിയ ജനത്തിരക്കൊന്നും ഇല്ലാത്തത്. നമ്മളിവിടെ പുലർച്ചെ എത്തിയതാണ്. ഭൂമിയിലെ സ്വർഗം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്നത്. ഗുരുദേവന്റെ സമാധിക്ക് ശേഷം ഗുരുദേവ തൃപ്പാദങ്ങളുടെ ഭൗതിക ശരീരം ഉൾക്കൊണ്ട് സമാധിസ്ഥനായ സ്ഥലം കൂടിയാണ് ഈ കാണുന്നത്. ഈ കാണുന്ന മന്ദിരത്തിനുള്ളിലേക്ക് മൊബൈൽ ഫോണുകളും ക്യാമറകളും വീഡിയോഗ്രാഫികളും ഒന്നും എടുക്കാൻ പാടില്ല എന്നൊരു ബോർഡ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ കാണുന്ന മന്ദിരത്തിനുള്ളിലെ വീഡിയോഗ്രാഫികളൊന്നും ചിത്രീകരിക്കാൻ പറ്റാത്തതിൽ എനിക്ക് ചെറിയ സങ്കടമുണ്ട്. എന്നിരുന്നാലും നമുക്ക് പരമാവധി ഇവിടുന്ന് എടുക്കാൻ പറ്റുന്ന വീഡിയോകളൊക്കെ എടുത്ത് പോകാം. അപ്പം നമുക്കിവിടുന്ന് മറ്റുള്ള കാഴ്ചകളിലേക്ക് പോകാം. ഇത് ശ്രീനാരായണ ഗുരുദേവന്റെ മടപ്പള്ളിയിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. ഈ കാണുന്നതാണ് ശ്രീനാരായണ ഗുരുദേവന്റെ മടപ്പള്ളി. ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു സ്ഥലം നിങ്ങൾ ഇതുവരെ സന്ദർശിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇവിടെ വരേണ്ടതാണ്. ഈ ഒരു സ്ഥലവും ഇവിടുത്തെ ഒരു ചുറ്റുപാടും ഒക്കെ നമ്മൾ നേരിട്ട് കാണേണ്ടതാണ്. ഈ ഒരു മഠവും ഇവിടുത്തെ ചുറ്റുപാടും ഒക്കെ കാണാൻ എന്തൊരു നല്ല ഭംഗിയാണല്ലേ. വേറെ എവിടെ പോയാൽ കിട്ടും ഇതുപോലെ നല്ലൊരു ഭൂപ്രകൃതി. ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് കുളിക്കാനും ഭക്ഷണം കഴിക്കാനും കിടക്കാനും ഒക്കെ ഉള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്.
ഒട്ടനവധി മരങ്ങളും ചെടികളും ഔഷധ സസ്യങ്ങളും കൊണ്ടൊരു സമ്പുഷ്ടമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. വളരെ നല്ലൊരു പ്രദേശം. വ്യത്യസ്തമായ ചെടികളും മരങ്ങളും ഒക്കെ എൻ്റെ വലിയൊരു വീക്ക്നെസ്സാണ്. ഈ ചെടി എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ഇടുക. വളരെ നല്ലൊരു പൂവാണ് ഇതിലുണ്ടാകുന്നത്. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരേക്ക് മാക്സിമം ഈ ഒരു വീഡിയോ എത്തിക്കുക. ഇത്രയും നല്ലൊരു വീഡിയോ നിങ്ങൾക്ക് സമ്മാനിച്ച് എനിക്ക് നിങ്ങൾ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ദയവായി. ഇന്നത്തെ എൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പം നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ.